പിശാച് എടുത്തുപയോഗിക്കുന്ന അവന്റെ ആയുധം എന്ന് പറയുന്നത് ഭിന്നത, അലസത. ഇത് രണ്ടും അതിശക്തമായിട്ട് ഉപയോഗിക്കുന്നു. വളരെ അപകടകരമായൊരു അന്തരീക്ഷത്തിലൂടെ, അവസ്ഥയിലൂടെ നമ്മുടെ സമൂഹം, സഭ ഒക്കെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ഈ ഇന്നിന്റെ കാലഘട്ടത്തില് പിശാച് എടുത്തുപയോഗിക്കുന്ന അവന്റെ ആയുധം എന്ന് പറയുന്നത് ഭിന്നതയാണ്. ഭിന്നത, അലസത. ഇത് രണ്ടും അതിശക്തമായിട്ട് ഉപയോഗിക്കുന്നു. എന്ന് ഞാനിങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷകനുമായിട്ട് ഏതാനും സമയം സായാഹ്നങ്ങളിൽ സംസാരിക്കാനിട വന്നു. സുവിശേഷവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ മേഖലകളിൽ ഇങ്ങനെ അതിശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ അത് വിഭാഗീയ ചിന്തയും അതോടൊപ്പം തന്നെ അലസതയുമാണ്. അലസത ഭയങ്കരമായിട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാ തലങ്ങളിലും, അത് പൗരോഹിത്യ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും യൗവനങ്ങളിലും എല്ലാ മേഖലകളിലും കാണാൻ പറ്റുന്ന വലിയൊരു കാരണമാണ് അലസതയുടെ ദുരാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചെയ്യേണ്ടതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. ഹോളിവുഡ് സിനിമാ നടൻ എഴുതി വെച്ചിരുന്ന ഒരു കൊട്ടേഷൻ ഞാൻ വായിച്ചാണ്, നമുക്ക് ദിവസം മൊത്തം 24 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ നമ്മൾ ഉറങ്ങുമെന്ന് വിചാരിക്കുക, പിന്നെ ഏകദേശം 18 മണിക്കൂറുണ്ട്. അത് സാധാരണ ഒരു ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. ഓക്കെ, അപ്പൊ 8ഉം 6ഉം 14 മണിക്കൂർ പോയി. ശേഷിക്കുന്ന 10 മണിക്കൂർ നീ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിന്റെ ജീവിതത്തെ നീ മാറ്റി എഴുതാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിൽ നീ എന്തായി തീരുമെന്നും നീ എങ്ങനെ നിന്റെ ജീവിതത്തെ കാണുന്നുവെന്നും നിന്റെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള നിന്റെ അധ്വാനം എന്താണെന്നും ശേഷിക്കുന്ന 10 മണിക്കൂറിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അതെങ്ങനെ നീ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് ആ ശേഷിക്കുന്ന 10 മണിക്കൂർ ചിലര് മൊബൈൽ ഫോണില്, യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, എംഒജെ അങ്ങനെ എന്തോ സാധനം ഉണ്ട് അതിനകത്ത്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളില്, ചാറ്റിങ്ങില്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വകാര്യ സന്തോഷങ്ങളിൽ മാത്രം, ഇല്ലെങ്കിൽ ചുമ്മാ കിടന്നുറങ്ങിക്കോളും. ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഉറങ്ങി തീർക്കും. ഒരാഴ്ച മുഴുവൻ ഉറങ്ങി തീർക്കുന്നവരുണ്ട്. ഈ 10 മണിക്കൂർ ഉറങ്ങി തീർക്കുന്നവരുണ്ട്. എന്നിട്ട് തികയുന്നില്ലെന്നാ പറയുന്നത്. 6 മണിക്കൂർ വേറെ കിടപ്പുണ്ട് രാത്രി, അത് കണക്കിൽ, അത് മാറ്റിവെച്ചേര്, അത് നമ്മളിപ്പോ കണക്കിലെടുക്കുന്നില്ല. ബാക്കി 10 മണിക്കൂറും ഉറങ്ങി തീർക്കുന്നവരുണ്ട്. അവന്റെ ഭാവി എന്തായി തീരുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ചിലർ ആ സമയം മുഴുവനും സിനിമ കണ്ടും മൊബൈലും കുത്തിയും ചാറ്റ് ചെയ്തും മാത്രം ഈ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. മൊബൈലിൽ തന്നെ എന്റെ കണ്ണ് അടിച്ചു പോയില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇന്ന് മാത്രമല്ലേ, സിസ്റ്റം മുഴുവൻ അടിച്ചു. അല്ലെ, കുറച്ച് കഴിയുമ്പോ തലവേദന, അസ്വസ്ഥത, കണ്ണിന് വേദന. നമുക്കൊരു ഈ വൈകിട്ടത്തെ ശുശ്രൂഷയ്ക്കും ഈ സമയത്തൊക്കെ ക്യാമറയിലേക്ക് നോക്കി ലൈറ്റ് മുഖത്തേക്ക് അടിച്ച് 1 മണിക്കൂർ നിൽക്കുമ്പോ തന്നെ നമുക്ക് സ്ട്രെയിനാ. സൂമിലൊക്കെ 1.5 മണിക്കൂർ ക്ലാസ് ഇതൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേ നമ്മുടെ സിസ്റ്റം ഭയങ്കര ഡിസ്റ്റർബ്ഡാ. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലേ, വി ഡിഫൈൻ അവർ ലൈഫ്. നമ്മളാണ് നമ്മൾ ആരായി തീരണമെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അത് നമ്മൾ മറന്നുപോകും. മറ്റുള്ളൊരു അപ്പൻ ആഗ്രഹമുണ്ട് എന്ത്, മകന് എഞ്ചിനീയർ ആവണമെന്ന്. അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്ത്, മകള് ഡോക്ടർ ആവണമെന്ന്. മകള് രാവിലെ എഴുന്നേക്കുന്നത് 10 മണിക്കാ, മകൻ എഴുന്നേക്കുന്നത് 12 മണിക്കാ. എന്നിട്ട് അപ്പന്റെ അമ്മയുടെ ആഗ്രഹം ഇവരെ എഞ്ചിനീയറും ഡോക്ടറും ആക്കണമെന്ന്. നല്ല കാര്യമുണ്ടോ ഈ തന്ത എന്നുള്ളത് ആഗ്രഹിച്ചിട്ട്? ഒരു കാര്യമില്ല. അവൻ ആഗ്രഹമില്ല, അവൾക്ക് ആഗ്രഹമില്ല. നമ്മൾ പറയാണ് ഒരു 5-10 വർഷം കഴിയുമ്പോ സ്വയം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും അന്ന് എന്തിനാണ് മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞത്. മനസ്സിലാകുന്ന ഒരു സമയമുണ്ട് തെണ്ടി നടക്കുന്ന സമയത്ത്.